രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, അജ്ഞാനമകലുന്ന രാത്രി, കലിയുഗാന്ത്യത്തിൻ്റെ പുണ്യരാത്രി, കൽമഷമകലുന്ന രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി. ഓം ശാന്തി. ഇന്ന് നമുക്ക് അഷ്ടലക്ഷ്മിയെ പരിചയപ്പെടാം. ലക്ഷ്മി പൂജയിൽ അഷ്ടലക്ഷ്മിമാരെയും നമ്മൾ പൂജിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഷ്ടലക്ഷ്മിമാരെ എന്തിനാണ് നമ്മൾ പൂജിക്കുന്നത്? അതിൻ്റെ പിന്നിൽ ആ ഓരോ ലക്ഷ്മിയും എന്തിൻ്റെ പ്രതീകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഷ്ടലക്ഷ്മിയിൽ ആദിലക്ഷ്മിയാണ് നമ്മൾ പൂജിക്കുന്നത്. ആദിലക്ഷ്മി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സൃഷ്ടിയുടെ ഉദ്ഭവത്തിന് കാരണഭൂതം ആദിലക്ഷ്മിയാണെന്നാണ് സങ്കല്പം. ആദിലക്ഷ്മിയുടെ കൈകൾ കാണിച്ചിരിക്കുന്നത് അഭയമുദ്രയും വരദമുദ്രയും താമരപ്പൂവും വെള്ളക്കൊടിയുമാണ്. ആ അലങ്കാരങ്ങൾ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ആരായിരുന്നു ആദിലക്ഷ്മി? ആദിലക്ഷ്മി എന്ന സങ്കല്പം തന്നെ സൃഷ്ടിയുടെ ഈ ആരംഭം, മനുഷ്യകുലം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിത നാടകം ഇവിടെ ആരംഭിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭയം നൽകിയ അഭയദാതാവ് ശ്രീലക്ഷ്മി ശ്രീനാരായണനായിരുന്നു. അതായത് ശ്രീലക്ഷ്മി ശ്രീനാരായണനാണ് ഇവിടെ ഈ ഭാരതഭൂമി, ഈ രാജ്യം ഭരിച്ചിരുന്ന ആദ്യത്തെ മഹാരാജ മഹാറാണി. അവരുടെ പാലനയിലായിരുന്നു നമ്മുടെ ജീവിതം. ആ കാലഘട്ടം ഐശ്വര്യപൂർണമായിരുന്നു. അതാണ് സമാധാനത്തിൻ്റെ വെള്ളക്കൊടി കാണിക്കണം. സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഐശ്വര്യലക്ഷ്മി എന്നും പറയാറുണ്ട്. ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ആദിലക്ഷ്മി എല്ലാവരും പൂജിക്കുന്നത്. കാരണം സുഖവും ശാന്തിയും സമ്പത്തും സമൃദ്ധിയും എല്ലാം എല്ലാവർക്കും ഉണ്ടായിരുന്നു. യഥാ രാജ തഥാ പ്രജ. എല്ലാവർക്കും ആ സമൃദ്ധിയും സന്തോഷവും സമാധാനവുമുള്ള ജീവിതമാണ് നമ്മളിവിടെ ആരംഭിച്ചത്. അത് ശ്രീലക്ഷ്മി ദേവിക്ക് എത്ര ഉണ്ടായിരുന്നോ, ശ്രീനാരായണന് എത്ര ഉണ്ടായിരുന്നോ അത്ര തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ താമരപ്പൂവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ദേവിമാരുടെ എല്ലാം കൈകളിലും നമ്മൾ കാണാറുണ്ട് താമരപ്പൂവ്. അവരുടെ കൈകളിലും അവരുടെ പാദത്തിലും എല്ലാം. താമര എന്ന് പറഞ്ഞാൽ തന്നെ കമലപുഷ്പ സമാന ജീവിതം എന്നതാണ്. അതായത് നമ്മുടെ ജീവിതം പവിത്രമാണ്. ഏത് തരത്തിലുള്ള ചെളിക്കുണ്ടിലിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകേണ്ട ഒരു വിപരീത സാഹചര്യം ജീവിതത്തിൽ വന്നാലും നമ്മുടെ ഉള്ളിൽ ചെളി പിടിക്കരുത്. അപ്പോഴും നമ്മുടെ ജീവിതം പവിത്രമായിരിക്കണം. പരിശുദ്ധമായ ജീവിതമായിരുന്നു ആദിലക്ഷ്മിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇതിൽ നിന്ന് ആദിലക്ഷ്മി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളെല്ലാവരും ആദിലക്ഷ്മിയുടെ കുലത്തിലേതാണ്. സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ജീവിതം നമ്മളിവിടെ ജീവിച്ചിരുന്നവരാണ്. പവിത്രമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഐശ്വര്യപൂർണമായിരുന്നു. ആ കാലഘട്ടത്തെയാണ് സ്വർഗം, ദേവലോകം എന്നെല്ലാം പറയണേ. അപ്പം നമ്മൾ ആദിലക്ഷ്മിയെ പൂജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും നമുക്കതുപോലെയായിട്ട് മാറണം. അപ്പം ആ മാറ്റം എവിടുന്നാണ് വരേണ്ടത്? നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നിന്നാണ്. അതിനാണ് നമ്മൾ ആദിലക്ഷ്മിയെ പൂജിക്കണേ. അതായത് ഐശ്വര്യം തന്നെയാണ് ആ ദേവി. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്രകാരം സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും പരിശുദ്ധിയും വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആരായി? ആദിലക്ഷ്മിക്ക് സമാനം ആ ലക്ഷ്മി ദേവിയോടൊപ്പം ജീവിക്കുന്നവരായി മാറും. അതല്ലേ നമുക്കെല്ലാവർക്കും ആവശ്യം. അഷ്ടലക്ഷ്മിയിൽ രണ്ടാമത്തേത് ധനലക്ഷ്മിയാണ്. ധനത്തെ തന്നെയാണ് ലക്ഷ്മിയായിട്ട് ഇവിടെ കാണുന്നത്. ധനത്തിന് വേണ്ടി എല്ലാവരും ശ്രീലക്ഷ്മിയെ പൂജിക്കാറുണ്ട്. ധനലക്ഷ്മിയുടെ ചിത്രം തന്നെ കണ്ടിട്ടുണ്ടാവും. ധനലക്ഷ്മിയുടെ കൈകളിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ വീണുകൊണ്ടിരിക്കും, കുടത്തിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് രണ്ടും കാണിക്കുന്നത് എന്താണ്? ഒന്ന് സൂക്ഷ്മധനവും മറ്റൊന്ന് സ്ഥൂലമായ ധനവുമാണ്. കുടത്തിൽ നിന്ന് വീഴുന്ന സ്വർണ്ണ നാണയങ്ങൾ, അതായത് സ്ഥൂലമായ സമ്പത്തിനെയും നമ്മൾ ലക്ഷ്മിയായിട്ടാണ് കാണുന്നത്. ദേവിയായിട്ടാണ് നമ്മുടെ സങ്കല്പം. അപ്പം മനുഷ്യ ജീവിതത്തിന് സ്ഥൂലധനം മാത്രം പോരാ, സൂക്ഷ്മധനവും വേണം.
അപ്പം കൈകളിൽ നിന്ന് വീഴുന്ന ആ സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷ്മ സമ്പത്ത്, ഡിവൈൻ വെൽത്ത്. നമ്മുടെ സൂക്ഷ്മ സമ്പത്ത് എന്താണ്? നമ്മുടെ ഡിവൈൻ വെർച്യൂസ്, നമ്മളിലെ ദിവ്യമായ ഗുണങ്ങൾ. നമ്മൾ സംസ്കാര സമ്പന്നൻ എന്നല്ലേ പറയണേ. അപ്പം സൽ സ്വഭാവങ്ങളാണ്, സദ്ഗുണങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പം ജീവിക്കാൻ നമുക്കിത് രണ്ടും വേണം. നമുക്ക് ജീവിക്കാൻ ആഹാരവും വസ്ത്രവും പാർപ്പിടവും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ധനം വേണം. പക്ഷെ ധനം എത്ര തന്നെ ഒരു വ്യക്തിയുടെ കയ്യിൽ വന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ ഒരു കോടീശ്വരനായി ലക്ഷാധിപതിയായി നമ്മൾ മാറിയാലും ആ ധനത്തെ സദുപയോഗം ചെയ്യാൻ നമുക്കറിയില്ലെങ്കിലോ, സദ്ഗുണസമ്പന്നനല്ല വ്യക്തിയെങ്കിൽ ആ ആളുടെ കയ്യിൽ ധനം വന്നാൽ ആ ധനം ദുരുപയോഗപ്പെടും. അപ്പോഴാണ് ധനത്തെ മായ എന്ന് പറയുന്നത്. വേദകാലഘട്ടത്തിൽ ധനത്തെ മായ എന്നാണ് വിളിച്ചിരുന്നത്. ഭക്തിയിലാണ് ധനത്തെ ലക്ഷ്മിയായിട്ട് കാണുന്നത്, ധനലക്ഷ്മി എന്ന് പറയണേ. എന്തുകൊണ്ടാണ് വേദപണ്ഡിതന്മാര് ധനത്തെ മായ എന്ന് പറഞ്ഞിരുന്നത്? എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ രജോ തമോ ഗുണി സ്വഭാവങ്ങളിലേക്ക് വന്നപ്പോൾ, തമോ ഗുണി സ്വഭാവങ്ങളോടുകൂടിയ മനുഷ്യന്റെ കയ്യിൽ പൈസ വന്നപ്പോൾ മനുഷ്യൻ അതിനെ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങി, ദുർനടപടികൾക്ക് ധൂർത്തടിക്കാൻ തുടങ്ങി, തെറ്റായ കാര്യങ്ങൾക്ക്, അസാൻമാർഗിക ജീവിതത്തിന്, ഇപ്പോൾ സിഗരറ്റിനും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് വേണ്ടാത്ത കാര്യങ്ങൾക്കുമെല്ലാം നമ്മൾ പൈസ ധൂർത്തടിക്കുന്ന, ചിലവാക്കുന്ന സംസ്കാരം വന്നാൽ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് അഹങ്കാരവും കാണിക്കുക. അതാണ് മായാവി സ്വഭാവം. ധനമല്ല യഥാർത്ഥത്തിലെ മായ, പിന്നെ ധനം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലെ മായ കിടക്കണം. അപ്പോൾ ആ മായയില്ലാത്ത സ്വഭാവം വരുമ്പോൾ മാത്രമേ നമുക്ക് ദിവ്യ സംസ്കാരത്തിന്റെ സമ്പത്തുള്ളവരെന്ന് പറയാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് പൈസയല്ല മായ, പിന്നെ മായാവി സ്വഭാവം നമ്മുടെ ഉള്ളിൽ കിടക്കാണ്. അതുകൊണ്ട് ധനലക്ഷ്മിയെ പൂജിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരേണ്ടത്, നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്ത് നല്ല മാർഗത്തിലൂടെ സമ്പാദിക്കണം. രണ്ടാമത്തത്, കയ്യിൽ വരുന്ന നല്ല സമ്പത്ത്, ധനം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിൽ സദ്ഗുണങ്ങളുടെ സമ്പത്തും വേണം. അതായത് നമ്മുടെ മനോഭാവം, പൈസയല്ല മായ, പൈസ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ മനോഭാവം ശ്രേഷ്ഠമായിരിക്കണം. അതുകൊണ്ട് ധനലക്ഷ്മിയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ടത് എന്താണ്? ശ്രേഷ്ഠ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നു, ആ സമ്പാദ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള സദ്ഗുണസമ്പന്നരായി നമുക്ക് മാറുകയും വേണം. ഇനി നമുക്ക് ധാന്യലക്ഷ്മിയെ പരിചയപ്പെടാം. ധാന്യലക്ഷ്മിയുടെ പൂജ ചെയ്യുന്നത്, ധാന്യലക്ഷ്മിയുടെ ചിത്രം തന്നെ കണ്ടിട്ടുണ്ടാവും. കൈകളിൽ കരിമ്പും കുലയും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ധാന്യങ്ങൾ, അതായത് ഈ പ്രകൃതി മാതാവ് നമുക്ക് എന്തെല്ലാം വൈഭവങ്ങൾ തരുന്നോ നമുക്ക് ഭക്ഷണത്തിനായി, അപ്പം നമുക്ക് അന്നം നൽകി നമ്മളെ പാലിക്കുന്ന അന്നദാതാവ് ആണ് പ്രകൃതി മാതാവ്. അപ്പം ആ പ്രകൃതി മാതാവിനോടുള്ള ആ ധാന്യങ്ങൾക്കും പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും പരിപ്പ് എന്തെല്ലാം നമുക്ക് നൽകുന്നു ഈ ഭൂമി, 5 തത്വങ്ങളും ചേർന്ന്, ഭൂമിയും വെള്ളവും ആകാശവും അഗ്നിയും ചേർന്ന്, അതാണല്ലോ നമ്മൾ 5 പേരെയും കൂടെ ചേർത്താണ് പ്രകൃതി എന്ന് പറയണത്, പ്രകൃതി മാതാവ് എന്ന് പറയണത്. അവരോടുള്ള നമ്മുടെ കൃതജ്ഞത, നന്ദി, അത് തന്നെയാണ് ധാന്യലക്ഷ്മിയുടെ രൂപത്തിലുള്ള നമ്മുടെ പൂജ. ഇത് നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ആ ഭാവന, കൃതജ്ഞതയുടെ ഭാവന ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭൂമിയെ നശിപ്പിക്കില്ല, വെള്ളത്തെ നശിപ്പിക്കില്ല, നമ്മൾ മരങ്ങളെയും നശിപ്പിക്കില്ല, വായുവിനെയും മലിനീകരിക്കില്ല. പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനം എപ്പോഴും ആദരവിൻ്റെതായിരിക്കും. കാരണം അവർ ദാതാവാണ്, നമുക്ക് ഇത്രയും തന്നുകൊണ്ടിരിക്കണവരാ, നമ്മുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങണില്ല. എത്ര മരങ്ങളിൽ നിന്ന് പഴങ്ങൾ നമ്മൾ ഉപയോഗിക്കണം, അവരാരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പച്ചക്കറികളോ ധാന്യങ്ങളോ എല്ലാം ആരെങ്കിലും പൈസ ചോദിക്കണുണ്ടോ? എത്ര വായു നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമുക്ക് വായു നമ്മളിൽ നിന്ന് തിരിച്ച് പൈസ ചോദിക്കുന്നുണ്ടോ? എത്ര വെള്ളം നമ്മൾ ഉപയോഗിക്കണം, അത് നമ്മുടെ കയ്യിൽ നിന്ന് വല്ല പൈസയും വാങ്ങണുണ്ടോ? നമ്മൾ ബോട്ടിൽ നിറച്ച് വെള്ളം വിറ്റ് പൈസ ഉണ്ടാക്കും. പക്ഷെ ഏതെങ്കിലും നദിയോ കിണറോ കുളമോ കടലോ നമ്മളോട് പൈസ വാങ്ങിയിട്ടാണോ നമുക്ക് വെള്ളം തരുന്നത്? നിസ്വാർത്ഥ സേവനമാണ്. അതിനുള്ള നമ്മുടെ ആദരവ്, നന്ദിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ധാന്യലക്ഷ്മിയുടെ രൂപത്തിൽ പൂജ ചെയ്യുന്നത്. ഒപ്പം കർഷകരോടുള്ള റെസ്പെക്റ്റുമാണത്. കർഷകരെ പൂജിക്കുന്നതും ധാന്യലക്ഷ്മിയെ പൂജിക്കുന്നതിന് സമാനം എന്നാ പറയണം. അതുകൊണ്ട് വിശേഷാൽ രൂപത്തിൽ കർഷകർക്ക് റെസ്പെക്റ്റ് കൊടുത്ത് കർഷകരെ ആരാധിക്കുന്ന സമ്പ്രദായമുണ്ട്. കർഷകരെ ബഹുമാനിക്കാർത്ഥം ധാന്യലക്ഷ്മിയുടെ ആശീർവാദം കിട്ടുന്നതാണ്. കാരണം കർഷകരാണല്ലോ നമുക്ക് അന്നം തരാൻ അധ്വാനിക്കണം. നമ്മൾ പൈസ കൊടുത്തവരുടെ അധ്വാനത്തെ വിലക്ക് കൊടുത്ത് വാങ്ങിക്കുകയാണ്, കഴിക്കുകയാണ്, ഉപയോഗിക്കുകയാണ്. അവരുടെ വിയർപ്പാണ്
നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണേ. അപ്പം എത്ര ബഹുമാനം നമുക്ക് അവരോടുണ്ടാകണം, എത്ര ആശീർവാദം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ അടുത്തേക്ക് പോകണം. എന്നും ആയുസ്സും ആരോഗ്യം കൊടുത്ത് അവർക്ക് അധ്വാനിക്കാൻ കഴിയണം. ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. ഓരോ സാധനങ്ങളും നമ്മളെടുത്ത്, നമ്മുടെ വസ്ത്രങ്ങളാകട്ടെ, ആഹാര പദാർത്ഥങ്ങളാകട്ടെ, എപ്പോഴും നമ്മൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എന്തെടുത്ത് ഉപയോഗിക്കുമ്പോഴും കഴിക്കുമ്പോൾ അന്നം തരുന്ന ദാതാവ് ഈശ്വരനോടും ഇതെല്ലാം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നവരോടുമുള്ള റെസ്പെക്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു ഉണ്ടാക്കണോ കഴിക്കണോ, ഈ അഹങ്കാരം നമുക്കുണ്ടാകരുത്. അതാണ് ഈ പൂജയ്ക്ക് പിന്നിലെ, പ്രാർത്ഥനയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഭാവം. അത് മാത്രമല്ല, ധാന്യലക്ഷ്മിയെ പൂജിക്കുന്നത് പ്രകൃതിയുടെയും പ്രകൃതിപതിയുടെയും ഏറ്റവും വലിയ കരവിരുതിനോടുള്ള നമ്മുടെ അത്ഭുതവും നമ്മുടെ കൃതജ്ഞതയുമാണ്. നമ്മൾ ഒരു മണി വിത്ത് കൊണ്ട് ഈ പാടത്ത് വിതയ്ക്കുമ്പോൾ ഒരു മണിയിൽ നിന്നൊരു കതിരുണ്ടായി, ആ കതിരിൽ ഒരു മണി 100 മണികളായിട്ട് മാറുന്ന അത്ഭുത വിദ്യ, ആ ടെക്നോളജി മാനവന്റെ പക്കലില്ല. നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, പൈസ കൊടുത്ത സാധനങ്ങൾ വാങ്ങാൻ പറ്റും. നമ്മുടെ പൈസ കൊണ്ട് ഒരു മണിയിൽ നിന്ന് 1000 മണികൾ ഉണ്ടാക്കാൻ പറ്റില്ല. ആ ടെക്നോളജി ആരുടെ പക്കലേ ഉള്ളൂ? പ്രകൃതിയുടെ പക്കലേ ഉള്ളൂ. പ്രകൃതി ഈ 5 തത്വങ്ങളും ആ തത്വങ്ങളിലൂടെ പ്രകൃതിപതിയായ പരമേശ്വരനും ചേർന്നിട്ടാണ് ഈ അത്ഭുത വിദ്യ നടത്തുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് അത് മധുര പലഹാരങ്ങളാക്കി മാറ്റുന്നത്, അത് പുളിപ്പുള്ളതും മധുരമുള്ളതും കയ്പുള്ളതും നമുക്ക് ആരോഗ്യം നൽകാനുള്ള മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും എല്ലാമായി ആ പഴങ്ങളായി, പച്ചക്കറികളായി, പരിപ്പുകളായി അവയെ നമുക്ക് നൽകുന്ന ഈ അത്ഭുതകരമായ ടെക്നോളജി നമ്മുടെ ആരുടെ കയ്യിലുണ്ട് അതിനുള്ള ശക്തി? അത് പ്രകൃതി തത്വങ്ങളുടെ പക്കലല്ലേ ഉള്ളൂ. പ്രകൃതി തത്വങ്ങളും പ്രകൃതി പതിയും ചേർന്നിട്ടുള്ള ഈ അത്ഭുത വിദ്യയ്ക്ക് മുന്നിൽ നമ്മളുടെ സാഷ്ടാംഗ പ്രണാമമാണ് യഥാർത്ഥത്തിൽ ധാന്യലക്ഷ്മിയുടെ രൂപത്തിൽ നമ്മൾ ചെയ്യണം. ഒരു വിത്ത് കൊണ്ടുപോയി വിതയ്ക്കുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ ചക്കക്കുരു കൊണ്ടുപോയി നമ്മൾ കുഴിച്ചിട്ട് അതിൽ നിന്ന് പ്ലാവ് വരും. പക്ഷേ ആ ചക്കക്കുരു നമ്മൾ പുഴുങ്ങിയിട്ട് കൊണ്ടുപോയി പ്രകൃതിയിലിട്ട് നോക്കും, അത് മുളയ്ക്കില്ല, അത് ചീഞ്ഞു പോകും. അപ്പം മണ്ണിന് പോലും അറിയാം ഏത് വിത്തിനെ മുളപ്പിക്കണം, ഏതിനെ അഴുകണം, അതിനെ വളാക്കി മാറ്റണം. ആ ട്യൂണിങ് ബുദ്ധി പ്രകൃതിക്കുണ്ട്. അതിനു മുന്നിലുള്ള നമ്മുടെ പ്രണാമമാണ് ഈ പൂജ. അപ്പം നമുക്ക് ആ സമർപ്പണ മനോഭാവവും നമ്മുടെ അഹങ്കാരത്തെ സമർപ്പിക്കാനുള്ള ഒരു അവസരവുമാണ്. നമ്മൾ എന്നെന്നും കൃതാർത്ഥരായിരിക്കാനും പ്രകൃതിയോട് ഒരിക്കലും പ്രകൃതിയെ ചൂഷണം ചെയ്യരുതെന്ന പാഠവുമാണ് ധാന്യലക്ഷ്മിയുടെ പൂജയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഗജലക്ഷ്മിയെ നമുക്ക് പരിചയപ്പെടണം. ഗജലക്ഷ്മിയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 സൈഡിൽ നിന്നും ആനകളാണ് സദാ ഗജലക്ഷ്മിക്ക് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗജത്തെക്കാളും ആനയെക്കാളും, ആന എന്ന് പറഞ്ഞ മഹാരഥി, ഇത്ര ഉയർന്ന സ്റ്റാറ്റസാണ് ദേവിക്ക്, ഗജലക്ഷ്മിക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദേവി, അതാണ് ഗജലക്ഷ്മിയുടെ ഭാവാർത്ഥം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ, നമ്മുടെ ഈ പ്രകൃതിയിൽ മൃഗങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. അവയെ കൊന്നു തിന്നാനോ അവയെ ഇല്ലാതാക്കാനോ നമുക്കാർക്കും യാതൊരു റൈറ്റുമില്ല. അവരും ഈ ഭൂമിയിലെ അവകാശികളാണ്. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവയെ സംരക്ഷിക്കുക, അവയെ ഉപദ്രവിക്കരുത്, അവയെ ഹിംസിക്കരുത്. അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ചെയ്യരുത്. കാരണം നമുക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഈ പ്രകൃതി മാതാവ് തരുന്നുണ്ടല്ലോ. ഗജലക്ഷ്മിയിലൂടെ നമുക്ക് ദേവി നൽകുന്ന സന്ദേശം ഇതാണ്: ഈ മൃഗങ്ങളുടെ എല്ലാം ദേവിയാണ് ഞാൻ എന്നുള്ള ആ സങ്കല്പം പൂർവികർ നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മൃഗങ്ങളെയും രക്ഷിക്കേണ്ടവരാണ് നമ്മൾ. ഒപ്പം നമ്മുടെ മനോഭാവം കുറച്ചുകൂടെ ഉയർന്ന ഹയർ കോൺഷ്യസ്നെസ് നമുക്കുണ്ടായിരിക്കണം. ഒരു മഹാരഥി മനോഭാവം. മഹാരഥി മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാത്തിനെയും പിടിച്ചടക്കി നമുക്ക് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതല്ല. എല്ലാവർക്കും ജീവിക്കാനുള്ള, എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ജീവിക്കാനുള്ള ഒരന്തരീക്ഷം ഈ ഭൂമിയിൽ ഉണ്ടാക്കുക, അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന ബോധം നമുക്ക് നൽകുകയാണ് ഗജലക്ഷ്മി. സന്താനലക്ഷ്മിയുടെ ചിത്രം നമുക്ക് കാണുമ്പോൾ കൈകളൊരു കുഞ്ഞ്, എപ്പോഴൊരു കുട്ടി ഉണ്ടാവും കയ്യിൽ. ശരിക്കും മാതൃത്വത്തെ തന്നെ ഒരു ദേവിയായി കാണാണ്. അതായത് ഒരു സ്ത്രീയിലെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ്
മാതൃഭാവം. മാതൃദേവോ ഭവ എന്നാണല്ലോ പറയണത്. മാതൃഭൂമി എന്നാണ് പറയണത്. എല്ലാറ്റിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാതൃഭൂമി, വന്ദേ മാതരം, എല്ലാറ്റിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാതൃഭാവത്തിന് അത്രയും മഹത്വം നൽകുന്ന ഒരു നാടാണ് നമ്മുടെ ഈ ഭാരതഭൂമി. അപ്പോൾ ഒരു അമ്മയുടെ ഭാവം മനസ്സിൽ വരുമ്പോൾ എന്താണ്? പരിധിയില്ലാത്ത ഒരു സ്നേഹം, വിശാലമായ ഒരു ഹൃദയം, എല്ലാവരെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം, ത്യാഗ മനോഭാവം. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് മുതൽ അതിനെ വളർത്തി വലുതാക്കി ജീവിതത്തിൻ്റെ അവസാനം വരയ്ക്കും അച്ഛനൊരു പേഴ്സിൻ്റെ ജോലി മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അമ്മയാണ് ഒരു നഴ്സ്. ആ അമ്മയുടെ ത്യാഗ മനോഭാവവും കരുണാഹൃദയവും, തെറ്റ് ചെയ്താൽ പോലും ഒരിക്കലും അച്ഛൻ വെറുത്താൽ ഒരു അമ്മ കുഞ്ഞിനെ വെറുക്കാറില്ല. ആ ഒരു മനസ്സ് ആ മാതൃഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങ് മാതൃഭാവമുള്ള ആ സ്ത്രൈണ ഭാവത്തിലെ വിശേഷതയാണ് ഈ കരുണാഹൃദയവും, ഇത്രയധികം സ്നേഹത്തിൻ്റെ ഒരു കടല് പോലുള്ള ഹൃദയവും, ഇത്രയധികം ത്യാഗ മനോഭാവവും. എത്ര വേദനയാണ് ഒരമ്മ സഹിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ജീവിതത്തിൻ്റെ അവസാനം വരെ, തുടക്കം മുതൽ അവസാനം വരയ്ക്ക്. പക്ഷെ എന്നിട്ടും ആ അമ്മയ്ക്കൊരു സങ്കടവും ഇല്ല, സന്തോഷത്തോടെയാണ് എല്ലാം സഹിക്കണം. അപ്പം ആ മാതൃഭാവത്തെ നമിക്കുകയാണ് സന്താനലക്ഷ്മിയിലൂടെ. അപ്പോൾ ഈ മാതൃഭാവത്തെ നമിച്ചുകൊണ്ട് നമുക്ക് സന്താനലക്ഷ്മി നൽകുന്ന സന്ദേശം എന്താണ്? ഒന്ന്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ കണ്ണിൽ എല്ലാ സ്ത്രീകളെയും പ്രതി മാതൃഭാവം വരികയാണെങ്കിൽ എല്ലാവരോടും നമുക്ക് റെസ്പെക്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പം നല്ലൊരു പെരുമാറ്റം, സ്നേഹവും അതേപോലെ ആദരവും തോന്നും. എല്ലാ സ്ത്രീകളും, അത് പെൺകുട്ടിയാണെങ്കിൽ പോലും, കന്യകമാരാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും, സർവരെ പ്രതി ആ മാതൃഭാവം വരുമ്പോൾ നമ്മുടെ കണ്ണൊരിക്കലും കുദൃഷ്ടിയാവില്ല. ഒരിക്കലും മോശമായൊരു നോട്ടമോ പ്രവൃത്തിയോ ഒരു പുരുഷനൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് മാതൃഭാവത്തിലെ കാണാൻ പറയണം. അതേപോലെ നമുക്ക് ഓരോ സ്ത്രീകളുടെ ഉള്ളിലും പെൺകുട്ടികളുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം, ഞാനൊരമ്മയാണ്, ജഗത്തിൻ്റെ അമ്മയാണ്, മുഴുവൻ വിശ്വത്തിൻ്റെ മാതാവാണ്. ആ മാതൃഭാവം വരുമ്പോൾ നമുക്ക് എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ കഴിയും. അല്ല, എൻ്റെ മക്കള്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടി, എൻ്റെ പേരക്കുട്ടി, ആ ഇടുങ്ങിയ മനസ്ഥിതിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും സർവരുടെയും മംഗളത്തിന് വേണ്ടിയിട്ട് ഒരു വിശാല മനസ്സോടുകൂടി എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും. അല്ല, നമ്മുടെ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്ത എൻ്റെ കുട്ടിയല്ലേ, അടുത്ത വീട്ടിൽ കുട്ടി ചെയ്ത ഉടനെ വികൃതിയാണ്. ആ ഒരു ഇടുങ്ങിയ മനസ്സിനെല്ലാം ഉപരി നമുക്കൊരു നല്ല മനസ്സ്, വിശാല മനസ്സ്, മതിലുകളില്ലാത്ത സ്നേഹം, അതൊരു അമ്മയുടെ ഭാവത്തിൽ നമ്മളിൽ വരും. അപ്പം നമ്മുടെ ഓരോ സ്ത്രീകളുടെ ഉള്ളിലും ആ മനോഭാവം വന്നാൽ നമുക്കും ഒരു പുരുഷനെ പ്രതിയും, ആ പുരുഷൻ ആര് തന്നെയാണെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മുടെ മനസ്സിലും ഒരു വികാരി ചഞ്ചലത ഉണ്ടാകില്ല, വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവില്ല. ഒരു പുരുഷന്റെ പിന്നാലെയും നമ്മൾ ചുറ്റിക്കറങ്ങില്ല. ഒരു ഫേസ്ബുക്കും ഒരു വാട്സപ്പും ഒന്നിനും നമ്മളെ ചതിക്കാൻ പറ്റില്ല, ഒന്നിനും നമ്മളെ കൊടുക്കാൻ പറ്റില്ല. ആ ഒരു മനസ്സുള്ളവരായി മാറണം നമുക്ക് ഓരോരുത്തർക്കും. അതാണ് മാതൃത്വത്തിൻ്റെ ഈ ഉയർന്ന ഉദാത്ത ഭാവത്തിൻ്റെ പൂജയിലൂടെ സന്താനലക്ഷ്മി നമുക്ക് നൽകുന്ന സന്ദേശം. അടുത്തത് വീരലക്ഷ്മി അഥവാ ധൈര്യലക്ഷ്മിയുടെ പൂജ നമ്മൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് യോദ്ധാക്കളെല്ലാവരും വീരലക്ഷ്മിയാണ് പൂജിക്കുന്നത്. വീര്യം കിട്ടാൻ, വീരതയ്ക്ക് വേണ്ടി, ധൈര്യം കിട്ടാൻ, ധൈര്യത്തിന് വേണ്ടി, ധൈര്യത്തെ തന്നെയാണ് ദേവിയായിട്ട് പൂജിക്കുന്നത്. കാരണം നമുക്കറിയാം, ജീവിതത്തിൽ ഏതൊരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിലും ധൈര്യത്തിൻ്റെ ഉറച്ച ചുവടുകൾ എപ്പോഴും വേണം. ഭഗവാൻ പോലും പറയാറുണ്ട്, ധൈര്യത്തിൻ്റെ ഒരു ചുവട് വയ്ക്കൂ, എങ്കിൽ ഞാൻ സഹായത്തിൻ്റെ 1000 ചുവടുകൾ എൻ്റെ മക്കൾക്ക് വെച്ച് തരും. ഇവിടെ നമുക്ക് ധൈര്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെയും മനസ്സിലാക്കാൻ കഴിയണം. നമുക്ക് തോന്നുന്നത് എന്തും ചെയ്യാനുള്ള ചുവടുവയ്പ്പിനെയല്ല ധൈര്യമെന്ന് പറയണം. നമ്മുടെ ലക്ഷ്യവും മാർഗവും ശ്രേഷ്ഠമായിരിക്കണം. ആ ശ്രേഷ്ഠ ലക്ഷ്യത്തോടെ, ശ്രേഷ്ഠമായ മാർഗത്തോടു കൂടിയുള്ള ചുവടുവയ്പ്പിനെയാണ് ധൈര്യത്തിൻ്റെ ചുവടുവയ്പ്പെന്ന് പറയണം. അതിന് സ്വാമി വിവേകാനന്ദൻ നല്ലൊരു ഡെഫിനിഷൻ ധൈര്യത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ പോക്ക്, നിങ്ങൾ പോകുന്നത് മരണത്തിലേക്കാണെങ്കിൽ പോലും ധർമ്മത്തിൻ്റെ മാർഗത്തിൽ മരണം വരിക്കും.
അപ്പോഴും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പോലും ധർമ്മം കൈവിടരുത്. ആ യാത്രയുടെ ചുവടുവയ്പ്പിൻ്റെ ആ ഉറച്ച ചുവടുവയ്പ്പുകളുടെ പേരാണ് ധൈര്യം എന്നാണ്, ധൈര്യശാലി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സ്ഥിരതയോടുള്ള മുന്നോട്ടുള്ള യാത്ര. അല്ലാതെ നമ്മൾ വിചാരിക്കരുത് മനസ്സിൽ തോന്നുന്നത് എന്തും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ സാധാരണ പൊതുവെ എല്ലാവരും പറയും ഭയങ്കര ധൈര്യമാണ്. കൊലയാളിക്കൊരു കൊലപാതകത്തിന് ധൈര്യം വേണം. ഒരു കള്ളം മോഷ്ടിക്കുന്നതിന് ഒരു ധൈര്യം കാണിക്കും. ആ ധൈര്യത്തെ അല്ല പൂജിക്കപ്പെടുന്നത്. അത് തന്നിഷ്ടമാണ്, ധാർഷ്ട്യമാണ്, താന്തോന്നിത്തരമായ പ്രവർത്തനമാണ്, തമോ ഗുണി സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ വീരത അല്ലെങ്കിൽ ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ധർമ്മമാർഗത്തിൽ ഉറച്ച ചുവടാണ്. അവിടെ ധർമ്മം ഉണ്ടാവും, ധാർമ്മികതയുണ്ടാവും. വ്യക്തി ഒരിക്കലും ധാർമ്മികത കൈവിട്ട് മുന്നോട്ട് സഞ്ചരിക്കില്ല. ആ ധാർമ്മികതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള പ്രയാണമാണ്, സ്ഥിരതയോടുകൂടിയ മുന്നോട്ടുള്ള യാത്രയാണ് ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിജയലക്ഷ്മി, വിജയത്തെ തന്നെ ലക്ഷ്മിയുടെ രൂപത്തിലാണ് നാം ആരാധിക്കുന്നത്. ആദിശങ്കരൻ ഒരിക്കലും പറയുകയുണ്ടായി, ആരാണോ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ വിജയം നേടുന്നത്, ആ വിജയം നേടുന്ന അനുഗ്രഹീതരാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയികൾ. വിജയത്തിനുള്ള ഡെഫിനിഷൻ അദ്ദേഹം അതാണ് നൽകിയത്. നമ്മൾ വിചാരിക്കും പരീക്ഷ ജയിക്കുന്നത് വിജയമായി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പാസ്സാകുന്നത് വിജയം. അതും വിജയമാണ് തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂ ജയിച്ചാലും ജോലി കിട്ടിയാലും സമ്പാദിച്ചാലും കുടുംബം ഉണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് വന്നു ചേർന്നാലും നമ്മൾ ജീവിതം യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുടുംബ ജീവിതത്തിൻ്റെ വിജയം, ഒരു ജോലി സ്ഥലത്ത് എങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ആണോ അവിടെ നമുക്ക് എല്ലാവരുമായിട്ട് ചേർന്ന് പോയി നല്ല രീതിയിൽ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോയി ജീവിത വിജയം എന്ന് പറയുന്ന ഒന്ന് കൈവരിക്കാൻ, അത് മനസ്സിൻ്റെ വിജയമാണ്, നമ്മുടെ സ്വഭാവങ്ങളുടെ വിജയമാണ്. അപ്പം എത്രത്തോളം നമുക്ക് നമ്മുടെ സ്വഭാവങ്ങൾ വഴങ്ങുന്നതാണോ, നമുക്ക് വഴക്കമുള്ള ഒരു സ്വഭാവം ഉണ്ടോ, അപ്പോൾ മാത്രമേ നമുക്ക് എല്ലാവരോടും ചേർന്ന് പോയി കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ടോട്ടൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും. അപ്പോൾ ശരിയായ വിജയം എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ വിജയമാണ്. അഷ്ടലക്ഷ്മികളിൽ അവസാനത്തേത് വിദ്യാലക്ഷ്മിയാണ്. അറിവിൻ്റെയും വിനയത്തിൻ്റെയും ദേവിയായിട്ടാണ്, അറിവിനും വിനയത്തിനും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വിദ്യാലക്ഷ്മിയെ ആരാധിക്കുന്നത്, പൂജിക്കുന്നത്. അറിവ് ലക്ഷ്മിയാണ്, വിനയം ലക്ഷ്മിയാണ്. അതായത് മഹാപണ്ഡിതന്മാർ പോലും പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലയോ വിദ്യാലക്ഷ്മി, എനിക്കൊരിക്കലും അഹങ്കാരം വരരുതേ, അതിനെന്നെ അനുഗ്രഹിക്കണമേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ജീവിതത്തിൽ പഠിച്ച് എത്ര വലിയ പാണ്ഡിത്യം നേടിയവരാണെങ്കിലും, എത്ര വലിയ പദവിയിലിരിക്കുന്നവരാണെങ്കിലും, എത്ര വലിയ ഓഫീസറാണെങ്കിലും, എത്ര വലിയ പൊസിഷനിലിരിക്കുന്ന, എത്ര വലിയ എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടർ ആകട്ടെ, എത്ര വലിയ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ആകട്ടെ, എത്ര വലിയ പോസ്റ്റിൽ മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, പ്രധാനമന്ത്രി ആകട്ടെ, നമുക്ക് എത്ര വലിയതാണോ പോസ്റ്റ് കിട്ടിയിരിക്കുന്നത്, ഇരിക്കുന്ന കസേര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് കിട്ടിയ അധികാരവും പദവിയും നമ്മുടെ പഠിപ്പും നമ്മുടെ പേരും പ്രശസ്തിയും എല്ലാം, നമ്മുടെ അധികാര കസേരകളെ നമ്മൾ ഏറ്റവും വിനയത്തോടു കൂടി ഉപയോഗിക്കുക. കിട്ടിയതിൻ്റെ പേരിൻ്റെയോ പ്രശസ്തിയുടെയോ പദവിയുടെയോ അധികാരത്തിൻ്റെയോ അഹങ്കാരം ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് കാണിക്കരുത്. എത്രത്തോളം വിനയാന്വിതരാണോ നമുക്ക് അനേകർക്ക് വേണ്ടി നന്മകൾ ചെയ്യാനും അനേകരിൽ നിന്ന് ആശീർവാദം കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മൾ അഹങ്കാരത്തിൽ പോയാൽ അധപ്പതനം ഉടനെ ഉണ്ടാവും. അതുകൊണ്ട് വിദ്യാലക്ഷ്മിയെ നമ്മൾ പൂജിക്കുക. അർത്ഥം തന്നെ എന്താണ്? നമുക്ക് ജീവിതത്തിൽ ഉന്നതിക്ക് ഉയർച്ചയുണ്ടാകണമെങ്കിൽ വിനയമാണ് അതിൻ്റെ അസ്ഥിവാരം. അറിവും പഠിപ്പും പദവിയും നമ്മളെ അഹങ്കാരമുള്ളവരാക്കി മാറ്റുന്നു. അർത്ഥം ജീവിതം മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷേ അടിത്തറയില്ലാത്ത കെട്ടിടം പോലെയായിപ്പോവും. അതേത് നിമിഷം വേണമെങ്കിലും നിലം പൊത്താം. അതുകൊണ്ട് നമുക്ക് സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ ഉന്നതിക്കും വിസ്ഡം, വിവേകത്തിനും വേണ്ടിയിട്ടാണ് എല്ലാവരും വിദ്യാലക്ഷ്മിയെ പൂജിച്ചിരുന്നത്. എന്നും ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം ഒബ്ജക്റ്റ് ആത്മീയമായ ഉന്നതിയാണ്. നമ്മുടെ മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതം, നമ്മുടെ മൂല്യങ്ങൾ കൈവിടാതെ, അതിൽ ഫോക്കസ് തെറ്റാതെ,
ഭൗതികമായ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോഴും എല്ലാ ഭൗതിക കാര്യങ്ങളും നമ്മൾ ചെയ്യണത് അൾട്ടിമേറ്റ് നമ്മുടെ എല്ലാവരുടെയും എയിം ഒബ്ജക്റ്റ് സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാണ്. നമ്മുടെയും സുഖശാന്തി, മറ്റുള്ളവർക്കും സുഖശാന്തി.